ഗുഡ് മോർണിംഗ്. ഇതാണ് ജിക്കു. അയൽക്കാരനാണ്, കൂടാതെ അപ്പുവിന്റെ കൂട്ടുകാരനും. എന്നും രാവിലെ അവനൊരു വിസിറ്റ് ഉള്ളതാണ്. കൂടെ അപ്പനോട് കുറച്ച് കുശലാന്വേഷണവും. ചിരിച്ചോണ്ടിരിക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുന്നേ, പിന്നെ സബ്സ്ക്രൈബ് കൂടെ. ഇന്നാണെങ്കിൽ ലോഡിങ് ഉണ്ടെന്ന് തോന്നുന്നു. വണ്ടിയും ലോഡും ഒക്കെ കിടപ്പുണ്ട്. കുറച്ച് ദിവസത്തിന് ശേഷം നമ്മുടെ പയ്യനെ കണ്ടുകിട്ടിട്ടുണ്ട്. ഡോക്ടർ ശ്രീജിത്ത് രാവിലെ എന്തൊക്കെ കുത്തിപ്പൊരിക്കുന്നുണ്ട്. ഓഫീസിൽ നിന്ന് മൈക്രോ ലാബോട്ട് ചേർന്ന് ഒരു മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നുണ്ട്. നമ്മുടെ കസ്റ്റമേഴ്സിനും ഓഫീസ് സ്റ്റാഫുകൾക്കും അതുപോലെ തന്നെ പുറത്തുള്ള ആൾക്കാർക്കും ഈ സൗകര്യം പ്രയോജനപ്പെടുത്താൻ പറ്റുന്നതായിരുന്നു. ഇഞ്ചക്ഷൻ ഉണ്ടോ? ഇഞ്ചക്ഷൻ ഉണ്ട്. ഇഞ്ചക്ഷൻ എനിക്ക് പേടിയാണ്. ഇഞ്ചക്ഷൻ ചെയ്യണ്ട. ടെസ്റ്റിന് റിസൾട്ട് വന്നുകൊണ്ട് അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ അതിന്റെ ക്ഷീണം മാറ്റാൻ ഒരു ചായ കുടിക്കാൻ ഇറങ്ങി. കൊളസ്ട്രോൾ കൂടുതലായതുകൊണ്ട് ഇനി സ്വന്തം കൈ കൊണ്ട് ഒന്നും കഴിക്കില്ലെന്നാണ് വെളിച്ചം പറയുന്നത്. ഉത്തരാഖണ്ഡിലെ തെരുവോരങ്ങളിൽ ഗാനം ആലപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് HR മൈക്ക് കയ്യിലെടുത്തത്. HR മുഖം കണ്ടാൽ ആർക്കും മനസ്സിലാവും ഈ പാട്ട് കോപ്പിറൈറ്റ് അടിക്കുമെന്ന്, അതുകൊണ്ട് ഉൾപ്പെടുത്തുന്നില്ല. വീട്ടിലെത്തിയപ്പോഴാണ് ശരിക്കുള്ള യുദ്ധം തുടങ്ങാൻ പോകുന്നത്. കുഞ്ചിയും പിള്ളേരും സിറ്റ് ഔട്ടിലെ ചവിട്ടി കിടപ്പുണ്ട്. ഗേറ്റിന് തൊട്ടപ്പുറത്ത് അപ്പു സാറും. ലവനെന്ന് കുരച്ചെന്ന് മാത്രം ഓർമ്മയുള്ളൂ. ലവൻ ഇത്രയും മസിൽ പിടിച്ചിട്ടും കുഞ്ചിയമ്മയ്ക്ക് ഒരു കൂസലുമില്ല. കാരണം അപ്പൂസനെ കുഞ്ചിയമ്മയ്ക്ക് അറിയാം. ഇനി കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞാൽ ചെറുതിന്റെ തല്ലുകൊള്ളും കരുതിയിട്ട് അപ്പൻ അവനെ കൊണ്ട് കൂട്ടിലാക്കി. പിള്ളേരെ പുറത്താക്കി ടീം മുതൽ തിരിച്ചകത്ത് വന്നു. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. Thank you.